ഉറപ്പായിട്ടും അനുസരിച്ചുള്ള മാറ്റം നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2021 നമ്മുടെ ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് നമ്മുടെ ഈ ഒരു സ്കൂൾ ഏറ്റെടുക്കുകയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കുട്ടികൾക്ക് ലഭ്യമാകണമെന്ന് ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റിന് ഉറപ്പായ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് 2023 നമ്മൾ എല്ലാവരും ഏറ്റവും അധികം അഭിമാനിച്ചിട്ടുള്ള നമ്മുടെ പുതിയ ബിൽഡിംഗിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഇരുനില ബിൽഡിംഗ് ആണ് നമുക്ക് ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇപ്പോ ഈ ഒരു സ്കൂളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾ കലയിലായാലും കായികത്തിലായാലും എല്ലാത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരുപാടധികം കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിലുള്ളത്. അപ്പൊ അത്തരത്തില് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ രീതിയിലുള്ള ഒഫീഷ്യൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ട് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹത്തോടും കൂടി നമുക്കൊരു തുടക്കമാവാം. അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഈശ്വര പ്രാർത്ഥനയാണ്. അതിനു വേണ്ടിയിട്ട് കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാനായിട്ട് കൂടെ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു സോ മച്ച് മക്കളെ. എല്ലാവർക്കും സീറ്റ്സിലേക്ക് ഇരിക്കാവുന്നതാണ്. തുടർന്ന് നമ്മുടെ ഒരു ഉദ്ഘാടനം അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധ നമ്മുടെ ഏറ്റവും ബാക്ക് സൈഡിലേക്ക് എൻവാറിയാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ഇന്നത്തെ ഒരു ചടങ്ങിന്റെ മുഖ്യാതിഥി സിനിമാ സീരിയൽ താരം ശ്രീമതി മൃദുല വിജയുടെ ചേർന്നിട്ടുണ്ട്. ഒരു കൈഡി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂടുകാരുടെ KVLPSന്റെ സ്നേഹം സമ്മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് മൃദുല വേദിയിലേക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മുടെ KVLPS കണ്ണൂരിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് മൃദുല വിജയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സച്ചിൻ ദേവതയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിന്റെ മാനേജർ ശ്രീ സുനിലൻ പിള്ളയെ ക്ഷണിക്കുക.
ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ KVLPS സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സച്ചിൻ ദേവ്, ആരാധ്യയായ നമ്മുടെ ഈ ദേശത്തിന്റെ മന്ത്രി ശ്രീ ചിഞ്ചുറാണി മാഡം, അതുപോലെ നമ്മുടെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുള്ള ശ്രീ ആർ ലതാദേവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ലീന വാമനദേവൻ, മുഖ്യ അതിഥി ശ്രീമതി മൃദുല വിജയ്, ആശംസകൾ നേരുവാൻ എത്തിച്ചേർന്നിട്ടുള്ള സന്തോഷ് മധുര, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീ അരുൺകുമാർ S, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി രസ്ന R, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീമതി പ്രിയ സജീവ്, വാർഡ് മെമ്പർ ഐരക്കുഴി, ശ്രീ ജയറാം ഐരക്കുഴി, 2ാം വാർഡ് മെമ്പർ, ശ്രീമതി ജ്യോതി TG, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചടയമംഗലം, ശ്രീമതി രേഖ CS, BPC BRC ചടയമംഗലം, ശ്രീ മണി കൊല്ലം, സംസ്ഥാന ജനറൽ സെക്രട്ടറി എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ, ശ്രീ P ഗിരീഷ്, LC സെക്രട്ടറി CPM, ശ്രീ BGK കുറുപ്പ് CPI, ശ്രീ ഹുമയൂൺ കബീർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ശ്രീ മനോജ് കുമാർ BJP, ശ്രീ സാം കുമാർ G, സ്റ്റാഫ് സെക്രട്ടറി, അതിലുപരിയായിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ HM ഹെഡ്മിസ്ട്രസായ ശ്രീലത ടീച്ചർ, എല്ലാവരെയും ഈ യോഗ നടപടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ ഈ ആഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അതോടൊപ്പം തന്നെ ഈ ദൂരദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, ലയൺസ്, റോട്ടറി, JCI, എല്ലാ അംഗങ്ങളും, അതുകൊണ്ട് തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ അനിൽകുമാർ, കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ സെക്രട്ടറി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വിലങ്ങര ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പത്ര മീഡിയ ആൾക്കാർ, പിന്നെ എൻ്റെ ഫാമിലി, അച്ഛൻ വന്നിട്ടുണ്ട്, വൈഫ്, മോള്, അമ്മ, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സ്. ഞാൻ വളരെ ചുരുക്കത്തിൽ അങ്ങ് പറയുകയാണ്, കാരണം ഇതിനകത്ത് ആരെയും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഇതായിട്ടങ്ങ് പറഞ്ഞത്. ഈ സ്കൂള് ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം നമ്മൾ 3 വർഷം മുന്നെയാണ് ഈ ബിൽഡിംഗ് ചെയ്തത്. ബഹുമാനിയായ മന്ത്രി ചിഞ്ചുറാണി മാഡമാണ് അന്നും ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇപ്പോഴൊരു പുതിയ ബിൽഡിംഗ് നമ്മൾ ചെയ്തു. കൃത്യമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. വളരെ കുറച്ച് മാത്രം കുട്ടികൾ ഉണ്ടായിരുന്ന ഈ സ്കൂളിൽ ഇന്ന് അഡീഷണൽ ഡിവിഷൻ, 1ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ കൂടി അധികമായിട്ടുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾക്ക് 2ഉം 3ഉം ഡിവിഷനുകൾ അഡീഷണൽ ആവാനുള്ള സാധ്യതയിലേക്ക് കുട്ടികളുടെ ബാഹുല്യം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ പുതുതായി നമ്മൾക്ക് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ നൽകിക്കൊണ്ട് നല്ല നിലയിലുള്ള അധ്യാപകരുടെ സമീപനവും ഒട്ടനവധി മറ്റ് വിദ്യാഭ്യാസത്തിനുപരിയായി അബാക്കസ് പോലെയുള്ള ക്ലാസുകൾ ഈ സ്കൂളിൽ നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാഠ്യേതര പദ്ധതിയിൽ ഡാൻസ്, മറ്റ് ഇത് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി ഒരു വലിയ മുന്നേറ്റം ഈ സ്കൂളിന് ഈ മേഖലയിൽ ഉണ്ടാക്കുവാൻ നമ്മുടെ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് അറബിക് ഓവറോൾ കിരീടം, കലാമത്സരത്തിന്റെ ഓവറോൾ കിരീടം KVLPസിനാണെന്നുള്ളത് വിട്ടുകൊടുക്കാതെ ഞങ്ങൾ അത് കൊണ്ടുനടക്കുകയാണ്. അത് KVLPസിന്റെ ചുണക്കുട്ടികൾക്ക് ഒരു കയ്യടി കൊടുത്ത് തന്നെ നമ്മൾക്ക് പാസ്സാക്കാം. ആ ട്രോഫിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വർഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവർക്ക് അത് നൽകണമെന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും ഒരു വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ വർഷം ഉണ്ടാകുന്ന ഞങ്ങളുടെ ഈ സ്കൂളിൽ നിന്ന് 2 അധ്യാപകർ പെൻഷനാവുകയാണ്. ഒന്ന്, ഈ സ്കൂളിന് വേണ്ടി സർവവും ത്യജിച്ച് എല്ലാവർക്കും, കുഞ്ഞുങ്ങളെ എല്ലാം വളരെയേറെ സംരക്ഷിച്ച് ഇല്ലായ്മയുടെ കാലത്തും നന്നായി സ്കൂളിനെ പരിപാലിച്ച് ഉള്ളപ്പോൾ അതുപോലെ പരിപാലിച്ച ശ്രീമതി ശ്രീലത ടീച്ചറാണ്. HM പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ആരില്ലെങ്കിലും ഈ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നത്, മാനേജ്മെന്റ് ഇല്ലാതിരുന്നപ്പോൾ പോലും ഈ സ്കൂള് നടത്തിക്കൊണ്ടുപോയ ഉത്തരവാദിത്തമുള്ള ഒരു ഹെഡ്മിസ്ട്രസ്. അതൊരു വലിയ നഷ്ടമാണ്. ടീച്ചർ പോകുന്നിടത്തൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ടീച്ചർ ഈ വർഷം റിട്ടയർഡ് ആവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
അത്രയ്ക്കും ആൾക്കാർക്ക് വിഷമകരമായ ഒരു യാത്രയയപ്പാണ് ടീച്ചറിന് ഈ വർഷം ഈ സ്കൂളിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ 22ാമത്തെ വയസ്സിൽ ഇവിടെ അധ്യാപക വൃത്തി തുടങ്ങിയ നമ്മുടെ സാം കുമാർ സാറ്, നമ്മുടെ നാട്ടുകാരൻ, ഞാൻ വിലങ്ങറ ദേശക്കാരനാണ്, പഴിഞ്ഞം ദേശത്താണ്. അദ്ദേഹവും ഈ വർഷം പെൻഷനാവുകയാണ്. അദ്ദേഹവും ഇതുപോലെ ഇത്രയും വർഷം ഈ പിന്നെ സ്കൂളിന് വേണ്ടിയിട്ട് വളരെയേറെ കാര്യങ്ങൾ, കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടിലായിരുന്നു ഈ സ്കൂളിന്റെ നടത്തിപ്പ് കാലങ്ങൾ അന്നേരം. അപ്പോഴും അതിനൊക്കെ ഉപരി ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ സ്കൂളുമായിട്ട് ചേർന്ന് നിന്ന രണ്ടുപേരുടെയും വിടവാങ്ങൽ വർഷം കൂടിയാണിത്. അതുകൂടി അവർക്ക് നമ്മൾ ഈ വർഷം മാനേജ്മെന്റിന്റെയും സ്കൂൾ ടീച്ചേഴ്സിന്റെയും PTA എല്ലാം ഉപകാരങ്ങൾ കൂടി ഇന്ന് നൽകി മന്ത്രിയെല്ലാം ചേർന്ന് സമുചിതമായ ഒരു യാത്രയപ്പ് കൂടി നൽകുന്ന ചടങ്ങായി ഇത് മാറുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും അതോടെ ഈ ബിൽഡിങ്ങിന്റെ പ്ലാനുമൊക്കെ ചെയ്തത് എൻ്റെ നാട്ടുകാരനും എൻ്റെ നെയ്ബറുമായ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ നിജോ എം ജോർജാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇത് കോൺട്രാക്ട് വർക്ക് ചെയ്ത് ഷാജി ആണ്. പിന്നെ വർഷങ്ങൾ കൊണ്ട് ഇതിന്റെ എല്ലാം പെയിന്റിംഗ് വർക്ക്സ് എല്ലാം നടക്കുന്ന മനു. ഇപ്പോഴും മൊത്തത്തിൽ നാട്ടുകാരുടെ എല്ലാം ഒരു വലിയ പിന്തുണയും ഒക്കെയായി ഈ സ്കൂള് നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിനെ പറ്റി പറയേണ്ട, എല്ലാ LKG UKG വിഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുന്ന അംബി ചേച്ചി, പിന്നെ സജിത ടീച്ചർ, നന്നായിട്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന സജിത ടീച്ചർ, അടുത്ത HM ആവാൻ പോകുന്ന ജയശ്രീ ടീച്ചർ, പിന്നെ നമ്മുടെ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് തിരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന സജീന ടീച്ചർ, പിന്നെ നമ്മുടെ അറബിക് മേഖലകളെല്ലാം നന്നായി ചെയ്യുന്ന ഫൗസിയ ടീച്ചർ, പിന്നെ നമ്മുടെ അഡ്മിഷൻ ഓഫീസറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്ന നമ്മുടെ ജയപ്രകാശ് സാറ്, പിന്നെ വേറെ കുറച്ചു പേരുണ്ട് എല്ലാം, അതുല്യ, പിന്നെ വൃന്ദ, അപർണ, പിന്നെ മുംതാസ്, നമ്മുടെ ടീച്ചേഴ്സ് കുറെ പേരുണ്ട്. അവര് എല്ലാവരെയും അതിന് ആരും വിട്ടുപോയിട്ടില്ലല്ലോ എന്നുള്ള പരാതി പറയും. സാന്ദ്ര, പിന്നെ നമ്മുടെ അഖിൽ പുതുതായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പൊന്നുപോലെ കൊണ്ടുപോയി, ഒരു പരാതിയില്ല, തലവേദനയില്ലാതെ ഇവിടെ ഒരു ഡ്രൈവറുണ്ട്, ചന്ദ്രണ്ണൻ. നമ്മൾക്ക് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഇത് ചെയ്യേണ്ടത്, ഒരു പരാതിയില്ല. എനിക്കൊരു കോള് വരത്തില്ല. ടീച്ചേഴ്സ് അങ്ങനെ വടക്ക് പറഞ്ഞു വിളിച്ചു എനിക്ക് കോള് വരും, വിളിച്ചു പറയും, കുറെ ഇതൊക്കെ വരും. പക്ഷേ ഡ്രൈവറെ പറ്റി ഒരു പരാതിയില്ല. ഡ്രൈവറിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഡ്രൈവറിന് സ്പെഷ്യലായിട്ട് ഒരു താങ്ക്സ് എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഒരു കൂട്ടായ്മയായി, ഒരു നല്ല ഒരുമയോടെ, നല്ല ഒരു ടീം വർക്കായി KVLPSന്റെ മുൻകാലം ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷങ്ങൾ നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു ബിൽഡിങ്ങും എല്ലാം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കുട്ടികളെ പഠിപ്പിച്ച് മിടുക്കരാക്കി ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കേണ്ടത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എനിക്കിനി ടൈം കുറവായിരിക്കും, ഞാൻ ഇങ്ങോട്ട് കാണത്തില്ല. പക്ഷേ ഒരു കുഞ്ഞു പോലും പോകാതെ അടുത്ത വർഷം ഞാനൊരു ടാർഗറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം നമ്മുടെ സ്കൂൾ നിറഞ്ഞ് കുട്ടികൾ, ഇപ്പം തന്നെ ഒരുപാട് അഡ്മിഷൻ പുതിയ സ്ഥലങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് അഡ്മിഷൻ വന്നിട്ടുണ്ട്. അപ്പോഴും അതെല്ലാം നിലനിർത്തി നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പിന്നെ സ്നേഹത്തോടെ പഠിപ്പിച്ച് അവരെ നല്ല ഒരു ഉത്തമ പൗരന്മാരാക്കി എടുക്കേണ്ട ചുമതല ഇവിടുത്തെ ടീച്ചേഴ്സിന് നൽകിക്കൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്, ബഹുമാന്യ മന്ത്രി നമ്മുടെ പിന്നെ ശ്രീമതി ജെ ചിഞ്ചുറാണി മാഡത്തിന് KVLPSന്റെ പേരിലുള്ള ആർദ്രമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി ലീന ഓമനദേവൻ നമ്മുടെ ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മാഡത്തിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള ശ്രീമതി മൃദുല വിജയ് സിനിമ സീരിയൽ താരമാണ്. ഇതിനകത്ത് എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല. അതുകൊണ്ട് മൃദുലയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സന്തോഷ് മധുര ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ അരുൺകുമാർ S ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്.
അദ്ദേഹത്തെയും ഈ KVLPSന്റെ പേരിലുള്ള ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ശ്രീമതി രസ്ന ആർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. രസ്നയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പ്രിയ സജീവ് വാർഡ് മെമ്പർ ഐരക്കുഴി. പ്രിയ സജീവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന വാർഡാണല്ലോ. താങ്ക് യു. നമ്മുടെ സമീപ വാർഡായ നമ്മുടെ സുഹൃത്തും ആയ ശ്രീ ജയറാം ഐരക്കുഴി 2ാം വാർഡ് മെമ്പറാണ്. ജയറാം ഐരക്കുഴിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ജ്യോതി TG വന്നിട്ടില്ല. ശ്രീമതി രേഖ അവധിയാണ്. ശ്രീ മണി കൊല്ലം സംസ്ഥാന ജനറൽ സെക്രട്ടറി എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ മണി സാറിനെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ഗിരീഷ് പി ശ്രീ BG.K. കുറുപ്പ് അദ്ദേഹത്തെയും CPI അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ഹുമയൂൺ കബീർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ മനോജ് കുമാർ BJPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സച്ചിൻ ദേവ് വളരെ കാര്യക്ഷമമായിട്ട് വർഷങ്ങളായി ഈ സ്കൂളിന്റെ കഴിഞ്ഞ വർഷത്തിന് അങ്ങേ വർഷമൊക്കെ PTA പ്രസിഡന്റായിരുന്നു. നല്ല രീതിയിൽ സ്കൂളിനെ നയിക്കുന്നതിൽ വളരെ ആത്മാർത്ഥമായി നമ്മുടെ കൂടെ. ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ സച്ചിൻ ദേവിന് എന്റെ ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജീവ് കൂരാപ്പള്ളി, ഞാനിവിടെ നിന്ന് സ്കൂൾ എടുക്കുമ്പോൾ ഇവിടുത്തെ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റായിരുന്നു അദ്ദേഹം. വളരെ കാര്യക്ഷമ, അന്ന് സ്കൂൾ വളരെ മോശമായിട്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്തും നമ്മുടെ ഈ സ്കൂളിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം സഹകരിക്കുകയൊക്കെ ചെയ്ത രാജീവ് കൂരാപ്പള്ളി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ സ്കൂൾ വന്ന് എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ രാഹുല് പിന്നെ നമ്മുടെ അജിത് ലാൽ ഇങ്ങനെ കുറച്ചു പേരായിരുന്നു നമ്മുടെ സഹായികളായിട്ട് ഇവിടെ വന്നേ. അന്ന് ഇവരൊക്കെ ഞാനും പറഞ്ഞു, അവരെയൊക്കെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരുടെ എല്ലാം സഹകരണം ഇപ്പോഴും ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഇതൊരു സരസ്വതി വിദ്യാലയമാണ്. ഇതിന്റെ വിജയത്തിനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കരുതലും ഒക്കെ. ഒപ്പം തന്നെ ഇതിനകത്ത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടണം. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ അവരുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കണം. ഈ ഒരു സ്കൂള് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കണ്ണങ്കോടിന്റെ ഒരു ഐക്കോണായിട്ട് ഈ സ്കൂൾ മാറിയിട്ടുണ്ട്. ഇത് വരും വർഷങ്ങൾ ഒരു 50 നമ്മുടെ ഈ തലമുറ ഒരു ചരിത്രം എഴുതുകയാണ്. നമ്മുടെ മരണശേഷവും നിലനിൽക്കുന്ന സ്കൂളായത്. നമ്മൾ ഇതിന്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ പഠിക്കത്തക്ക എന്നുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള അത്രയ്ക്കും ഉറപ്പുള്ള ബിൽഡിങ്ങുകൾ ചെയ്തിട്ടുകൊണ്ടാണ് നല്ല ആത്മസംതൃപ്തിയോടെ ഭാഗ്യ ഗ്രൂപ്പ് ഈ നാടിനു വേണ്ടി ഈ സ്കൂൾ ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യിലെടുക്കാല്ലേ അദ്ദേഹത്തിന്. ബിക്കോസ് ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റിന്റെ കയ്യിൽ നമ്മുടെ സ്കൂൾ എത്തിയത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ഈ ഒരു സ്കൂളിന്റെ ഓരോരുത്തരെയും അദ്ദേഹത്തിന് തൊട്ടടുത്ത് അറിയാമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ ദീപം തെളിയിച്ചുകൊണ്ട് ഏറ്റവും ഐശ്വര്യപാഠങ്ങളുടെ തുടക്കമാണ് അത് വേദിയിൽ കുറിക്കാനായിട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷണിക്കുന്നുണ്ട് ദീപം തെളിയിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ വേദിയിലുള്ള മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇടത്തിൽ അവിഷി ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും ദീപം തെളിയിക്കുന്ന ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്കത് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമാകാവുന്നതാണ്. ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ട് ദീപം തെളിയിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. ജനപ്രതികളും സിനിമാ താരം ഉൾപ്പെടെയുള്ള പലർ സാക്ഷ്യം വഹിക്കുകയാണ്. Oh
ചെറുതായിട്ട് മനോഹരമായിട്ടുള്ള ഒരു കയ്യിൽ സമ്മാനിച്ചുകൊണ്ടാണ് നമുക്കതാ നമ്മുടെ KVLPS സ്കൂളിന്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാവുന്നതാണ്. തുടർന്ന് വീട്ടിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ കൂടെ ക്ഷണിച്ചാണ് ബഹുമാനപ്പെട്ട ക്ഷേത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീന എന്നതിനെ നാം ക്ഷണിക്കുന്നത് ദീപം തെളിയിക്കാനായിട്ട്. അതേ തുടർന്ന് നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി മൃദുല വിജയെ ക്ഷണിക്കുകയാണ് ദീപം തെളിയിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. So thank you so much and please be seated. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി PT പ്രസിഡന്റ് ശ്രീ സച്ചിൻ ദേവ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, അതുതന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ അവരെല്ലാം ഒരുപാട് നേരമായി നമുക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ തന്നെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗനായിട്ടുള്ള മാനേജർ പറഞ്ഞ പോലെ തന്നെ ഈ നാടിൻ്റെ കിട്ടിയ ഒരു സമ്മാനമാണ്. അതുപോലെ തന്നെ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക്, ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയാം, നമ്മൾ ഇതുപോലെ ഒരു വേദിയിലോ നമ്മൾ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വേദി എന്ന് പറയുന്നത് ഈ അടുത്ത സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് കടയ്ക്ക തിരുവാതിരയ്ക്ക് കണ്ടിട്ടുള്ള സ്റ്റേജാണ്. അതിനപ്പുറത്തേക്ക് ഒരു വേദി നമ്മൾ ദൂരോട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ തൊട്ടടുത്ത് നമ്മുടെ ചിതറയോ കടയ്ക്കലോ അല്ലെങ്കിൽ ചടയമംഗലോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വേദിയിൽ നമുക്ക് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അത് കാണുന്നതിനോ പോലും നമുക്ക് അവകാശം നമുക്ക് കിട്ടിയിരുന്നില്ല. അത്തരത്തിൽ നമുക്ക് വളരെയധികം സന്തോഷകരമായ ഒരു സുദിനമാണെന്ന് നമുക്ക് സമ്മാനിച്ച ഈ ഭാഗ്യ ഗ്രൂപ്പിന് നമ്മുടെ ഈ ജനങ്ങളുടെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂള് ഇന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നില ബിൽഡിങ്ങിൽ ആരംഭിച്ച സ്കൂള് ഇന്ന് നമുക്കറിയാം 2 നിലയുള്ള ബഹുനില മന്ദിരം ഉൾപ്പെടെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും നമ്മൾ മുകളിലോട്ട് കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാം. വലിയൊരു ഓഡിറ്റോറിയം ഉൾപ്പെടെ ഒരു 250-300 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന തരത്തിലുള്ള വലിയ ഓഡിറ്റോറിയവും, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കലോത്സവം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ട ഒരുങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, ലൈബ്രറിയും, നമുക്ക് നിങ്ങളെ ഈ സ്കൂളിന്റെ പരിസരം, അതായത് മുമ്പ് ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഈ പ്രദേശമാണോ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു 5 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ നിന്ന് പോയ ഒരാള് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥലം ഏതാണെന്ന് പോലും പരിചയം കാണാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നൊരു മാറ്റം, അത്തരത്തിലൊരു മാറ്റം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായി. അതിൽ നമ്മൾ വളരെയധികം നന്ദിയുള്ളവരാണ്. നമുക്ക് തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾ, നമുക്കറിയാം പല മേഖലകളിലും നമ്മുടെ ഈ പ്രദേശത്ത് നടക്കം ഒരു സമയത്ത് ഈ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ അധ്യാപകരുടെ മെനമക്കുറവ് കൊണ്ടല്ല, നന്നായി ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് എല്ലാവർക്കും പേടി ഈ സ്കൂൾ തകർന്നു വീഴുമോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ അയക്കാതിരുന്നവരാണ് നമ്മളിൽ പലരും. അന്ന് ആ സ്ഥിതി ഇന്ന് മാറി. നമ്മുടെ പല ദേശങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ ചിതറ പഞ്ചായത്ത് എന്നല്ല തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നും കുട്ടികളെ അയക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും ഈ നാടിന്റെ മുഴുവൻ സഹകരണവും ഇതിനുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ബിൽഡിംഗിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെ ക്ഷണിക്കുക.
പ്രിയപ്പെട്ട അധ്യക്ഷൻ പി ടിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ സച്ചിൻ ദേവ്, ഏവർക്കും സ്വാഗതം പറഞ്ഞ് സ്കൂളിൻ്റെ മാനേജർ ശ്രീ സുനിൽ എൻ പിള്ള അവർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിയങ്കരിയായ എച്ച് ശ്രീമതി ശ്രീലത, പ്രിയപ്പെട്ട ലൈബ്രറിയുടെ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സഖാവ് സന്തോഷ് മധുര, നമ്മുടെ മുഖ്യ അതിഥിയായി ഇന്നിവിടെ പങ്കെടുക്കുന്ന പ്രിയങ്കരിയായ സിനിമ സീരിയൽ താരം കൂടിയായ ശ്രീ മൃദുല വിജി അവർ, നമ്മുടെ ഓഡിറ്റോറിയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലീന, ശ്രീ അരുൺകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ രസ്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീമതി പ്രിയ സജീവ് വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട ജയറാം വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട ജ്യോതി ഉപജില്ലാ ഓഫീസർ, BPC, അതുപോലെ BRC, നമ്മുടെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായി ശ്രീ മണി, പ്രിയപ്പെട്ട ഗിരീഷ്, പ്രിയങ്കരനായ BJ കെ കുറുപ്പ്, പ്രിയപ്പെട്ട ഹുമയൂൺ കബീർ, ശ്രീ മനോജ് കുമാർ, ശ്രീ സാം കുമാർ, പ്രിയങ്കരായ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ ചടങ്ങ് വീക്ഷിക്കുവാൻ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കണ്ണൻകോട് ശ്രീ KVLPS പ്രൈമറി സ്കൂളിനാണ് അത്യാധുനിക രീതിയിൽ ഇന്ന് പണി കഴിപ്പിച്ച ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചത്. നമുക്കറിയാം, പഴയൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ വരുന്ന സമയത്ത് ഒരു ചെറിയ കെട്ടിടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും അപാകതകളുമുള്ള ഒരു LP സ്കൂളായിരുന്നു. പുതിയ മാനേജ്മെൻറ്റ് അത് ഏറ്റെടുത്തതിന് ശേഷം ഒട്ടേറെ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. കഴിഞ്ഞ തവണ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനിവിടെ വന്നതാണ്. വളരെ മനോഹരമായ ഒരു കെട്ടിടം അന്ന് സ്ഥാപിതമാകും. നമ്മുടെ ഈ ചിതറ മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ കണ്ണങ്കോട് മേഖലകളിലെ ഒട്ടേറെ ആൾക്കാരുടെ മക്കൾ ഇവിടെ പഠിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്കൂളുകളൊക്കെ നിറഞ്ഞ കുഞ്ഞുങ്ങളാണ്. അത് ഗവൺമെൻറ് സ്കൂളായാലും, അത് എയ്ഡഡ് സ്കൂളായാലും, അത് പ്രൈവറ്റ് സ്കൂളായാലും, അവിടെ ഒക്കെ തന്നെ ഇന്ന് ഒരാൾ പോലും പഠിക്കാതിരിക്കുന്നില്ല. കേരളം എന്ന് പറയുമ്പോൾ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് പോകുമ്പോൾ എല്ലാ സ്കൂളുകളിൽ നിന്നും നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ് സ്കൂളിലെ തന്നെ ഒരു കണക്ക് ഈ വർഷത്തെ ഞങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ 10 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ പുതുതായി ഗവൺമെൻറ് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് നമ്മുടെ കയ്യിൽ. ഇവിടെ ഇത് പഴയ സ്കൂളാണെങ്കിലും പുതിയ സ്കൂൾ വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുന്നു. നമുക്കറിയാം, കുറച്ച് സൗകര്യവും കുറച്ച് സംവിധാനങ്ങളും കുറച്ച് നല്ല അധ്യാപനവും ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇന്ന് കുഞ്ഞുങ്ങളെ വീടുകളിൽ പോയി എടുത്ത്, വാഹനത്തിൽ തന്നെ എടുത്ത് അവരെ ഈ സ്കൂൾ അങ്കണത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. അത് രക്ഷിതാക്കൾക്കും ഒരു വലിയ മാറ്റമാണെന്ന് കാണുവാൻ കഴിഞ്ഞു. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് പോകും. മുമ്പ് ഞാനും അതായിരുന്നു ചെയ്ത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, രാവിലെ അവരുടെ പഠനവും കൂടെ നോക്കി സ്കൂളിൽ കൊണ്ടാക്കി വൈകിട്ട് ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ച് വരുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വരുന്നതും കാത്ത് രക്ഷകർത്താക്കൾ കാത്തിരിക്കുന്നൊരു കാലഘട്ടം. ഇന്ന് അതിനും അപ്പുറത്തേക്ക് നമ്മുടെ സ്കൂളുകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഇവിടെ എയ്ഡഡ് സ്കൂളാണെങ്കിലും ഈ സ്കൂള് നമുക്കറിയാം, ഇന്നെല്ലാം പുതിയ കെട്ടിടങ്ങളാണ്, എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. ആവശ്യത്തിനുള്ള ഫാനുകൾ ഉൾപ്പെടെ ഇരിക്കുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതെല്ലാ സ്കൂളും അങ്ങനെ വരണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം നമ്മുടെ എയ്ഡഡ് സ്കൂളും അങ്ങനെ വരണമെന്നില്ല. ചിലർ നമുക്കറിയാം പണമുണ്ടെങ്കിലും ചിലപ്പോൾ ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ വളരെ മനോഹരമായി ഇവിടെ ഞങ്ങളുടെ ഒരു മാനേജർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ മാനേജറെ അല്ല പറഞ്ഞു, അവിടെ നല്ല കുട്ടികളുള്ളതാണ്. നമ്മുടെ മണിയുടെ മാനേജ്മെൻറ്റിലുള്ള വെളിനല്ലൂർ ഞങ്ങളുടെ സ്കൂളുണ്ട്.
ആ സ്കൂൾ ഹൈസ്കൂളാണ്. നല്ല സൗകര്യങ്ങളും ഗ്രൗണ്ടുകളും എല്ലാമുള്ള ഒരു സ്കൂളാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ നമുക്കറിയാം ചില സ്കൂളിന് വളരെ അപാകതകൾ ഇന്നും പലയിടവും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എയ്ഡഡ് മേഖലകളിലാണ് അത് കൂടുതൽ കാണുന്നത്, പ്രൈവറ്റ് മേഖലകളിലാണ് അത് കൂടുതൽ കാണുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് നല്ലതുപോലെ ആക്കിക്കൊണ്ടുവന്നാൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ഞങ്ങളൊക്കെ പണ്ട് ഈ സ്കൂളുകളിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും, ആ സ്കൂളിൽ LP സ്കൂളിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണില്ല. അപ്പോൾ ആ കുട്ടികളെ വിളിക്കുവാൻ വേണ്ടി നമുക്ക് പോകാനുള്ള സൗകര്യം കിട്ടിയ ചില സ്കൂളിൽ ചില വീടുകളിൽ നമ്മൾ നേരിട്ട് പോകും. കുഞ്ഞുങ്ങളെ ഈ സ്കൂളിൽ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ വിടണം എന്ന് പറയുവാൻ വേണ്ടി പോയത്. അങ്ങനെ പോയിട്ടുള്ള ഒരാളും കൂടി പല സ്കൂളിലും എനിക്ക് മാറിയും തിരിഞ്ഞും PTA പ്രസിഡന്റായിട്ട് ഇരിക്കുവാൻ കഴിയും. ഞങ്ങൾക്ക് അവിടെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് അല്ല SNDP ഹയർ സെക്കൻഡറി സ്കൂളാണ്, നീരാവില. നമ്മുടെ കുടുംബമായിട്ട് വലിയ ബന്ധം, അവിടെ നിന്നൊക്കെയാണ് സ്ഥലവും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ സ്കൂൾ ഉയർന്നു പോകണമെന്നുള്ള വലിയ ആഗ്രഹം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ സ്കൂള് നിറഞ്ഞു കവിഞ്ഞ് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല 100% വിജയം കൊയ്യുന്ന സ്കൂളുകളാക്കി അത്തരത്തിലെ സ്കൂളുകളെ മാറ്റുക. സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾ പഴയ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളൊന്നുമില്ല, പുതിയ കുഞ്ഞുങ്ങൾ. രക്ഷകർത്താക്കളൊന്നും പറയാൻ പാടില്ല, ആ സ്കൂളിൽ ചെന്നാൽ അധ്യാപകരൊന്നും പറയുവാൻ പാടില്ല. പണ്ടൊക്കെ നമ്മുടെ അധ്യാപകര്, നമ്മുടെ HM ഒരു നല്ല ചൂരലും കൊണ്ടാണ് വരുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ക്ലാസ്സിൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറിക്കണം, പുറത്തൊരൊറ്റ എണ്ണത്തിനെ കണ്ടുകൊണ്ട്. ചിലപ്പോൾ നിക്കറിട്ട് വരുന്ന പിള്ളേരെയായിരിക്കും നല്ല അടിയാണ് കൊടുക്കുന്നത്. ഇന്ന് ആരെങ്കിലും അടിക്കുന്നുണ്ടോ? അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പ്രശ്നമാണ്. അപ്പോഴേ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും, എൻ്റെ മകനെ എന്തിനു തല്ലി എന്ന് ചോദിക്കുന്നു. ആ തരത്തിലേക്ക് ഇന്ന് സമൂഹം മാറി. അതുകൊണ്ട് ഞാൻ ചില ഹൈസ്കൂളിലൊക്കെ PTA പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ശക്തമായി ഇടപെടും. അപ്പോൾ ഒരു കേസ് വന്നാൽ വളരെ പെട്ടെന്ന് HM-ഉം പ്രിൻസിപ്പലും വിളിക്കുന്നത് PTA പ്രസിഡന്റിനെയാണ്. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാം, രക്ഷകർത്താക്കളെ വിളിച്ച് പറയാം, മകൻ ഇന്ന തെറ്റാണ് ചെയ്തത്, നമുക്കത് തിരുത്തുവാനുള്ള തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണം. ചില കുട്ടികൾ നമുക്കറിയാം ഒരുപാട് വികൃതികൾ കാണിക്കുകയാണ്. ക്ലാസ് റൂമിൽ സെൽഫോൺ ഉൾപ്പെടെ കൊണ്ടുവന്ന് ചിലപ്പോൾ അധ്യാപകരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നവരുണ്ട്. നമ്മളത് പിടിക്കാൻ ചെല്ലുമ്പോൾ അതെങ്ങോട്ട് പോകുന്ന ജനലിൽ കൂടെ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം സംഭവ വികാസങ്ങൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണം, അവരെ സംരക്ഷിക്കണം. അവർ സ്കൂളിലാണോ പോകുന്നതെന്ന് നോക്കണം. തിരിച്ച് ആ കുഞ്ഞുങ്ങൾ കൃത്യതയോടുകൂടി വരുന്നോ എന്ന് നോക്കണം. ആ കുഞ്ഞുങ്ങളുടെ മുഖഭാവം എന്താണ് എന്ന് ഒരമ്മയ്ക്ക് തിരിച്ചറിയുവാൻ പറ്റും. അതെല്ലാം നമ്മളെല്ലാം പുലർത്തണമെന്നാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നമ്മളിപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ LP ആയാലും UP ആയാലും ഹൈസ്കൂളായാലും ഹയർ സെക്കൻഡറി ഒക്കെ ആയാലും വലിയ മാറ്റങ്ങൾ സ്കൂളുകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ നിയോജക മണ്ഡലം തന്നെ എടുക്കുമ്പോൾ എല്ലാ സ്കൂളിനും പണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിചാരിതമായി ചില സ്കൂളുകളിൽ, ഞാൻ അതിന്റെ പേര് പറയത്തില്ല, LP സ്കൂളാണ്, കുഞ്ഞുങ്ങളുടെ എണ്ണം ഇച്ചിരി കുറവാണ്. ആ കുറവ് എണ്ണം വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അവിടത്തേക്ക് ചിലപ്പോൾ പുതിയ ബിൽഡിംഗ് കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ സ്കൂളുകൾക്കും, എല്ലാ ഹയർ സെക്കൻഡറികൾക്ക് 5 കോടിയും 4 കോടിയും 3 കോടിയും ഓരോ കോടിയും ഒക്കെ കൊടുത്തുകൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ ഹൈടെക് ആക്കി മാറ്റി ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നല്ലതുപോലെ കൊണ്ടുപോകും. നോക്കുമെങ്കിൽ LP സ്കൂളുകളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ രാവിലത്തെ പ്രാതൽ ഉൾപ്പെടെ കൊടുക്കുവാൻ, ഉച്ചയ്ക്ക് ഭക്ഷണം നമുക്കറിയാം ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ആ തരത്തിൽ ഒരു പാവപ്പെട്ട വീടുകളിൽ നിന്ന് ചിലപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കും. രാവിലെ ചിലപ്പോൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുവാൻ ഒരു പക്ഷേ അവരെ കൊണ്ട് സാധിക്കും. പക്ഷെ അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുകയാണ്, നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂളിൽ ചെല്ലുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്, ഹയർ സെക്കൻഡറി ചെല്ലുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം A+ലേക്ക് പോകുക. A+ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം അല്ല, 95% മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം A+ലേക്ക് പോകുക. ഞാനിപ്പോൾ കഴിഞ്ഞ SLC +2 അവാർഡ് കൊടുക്കുവാൻ വേണ്ടി ഇവരെല്ലാവരും അറിയിപ്പ് കൊടുത്തു വന്നപ്പോൾ 1300 കുട്ടികളാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം A+ കിട്ടിയ കുഞ്ഞുങ്ങൾ. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് പ്രഖ്യാപിക്കും ആദ്യത്തെ 15 റാങ്ക് കിട്ടിയ ആൾക്കാർ അവരുടെ മുഖം പത്രത്തിലുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ എന്തെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ജസ്റ്റ് പാസ് വരുന്ന കുട്ടികളും
നമുക്കാണ്. ഇന്നതല്ല. ഇന്ന് വിദ്യാഭ്യാസ രീതിക്ക് തന്നെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാനതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നല്ല അന്തരീക്ഷത്തിന് നല്ലതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ പറ്റാവുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതിനുള്ള സ്ഥലവും സൗകര്യവുമുള്ള നല്ല റൂമുകളിൽ അവർക്കിരുന്ന് പഠിക്കുവാൻ, അത്യാവശ്യം വിയർക്കാതെ അവർക്കിരുന്ന് പഠിക്കുവാൻ. പിന്നീട് നമുക്കറിയാം കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ LP-യിലും UP-യിലും ഹൈസ്കൂളിലും ഒക്കെ ഉണ്ട്. അതെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് അതും സ്കൂളിൽ വരാൻ കുഞ്ഞുങ്ങൾക്ക് ബസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ഒരു സ്കൂളാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാലു ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ വന്ന് പഠിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ഞാനിവിടെ ഇരുന്ന് മാനേജ്മെന്റിനോട് അത് സംസാരിച്ചതാണ്. ഇത്രയും സൗകര്യം ചെയ്തിട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് അവർ പഠിക്കുമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കണ്ണങ്കോട് KVLPS അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രീ പ്രൈമറി സ്കൂളും ഇവിടെ സ്ഥാപിതമാക്കിയിട്ടുണ്ട്. അത്രയും ബൃഹത്തായ നിലയിൽ വളരെ മെച്ചമായ നിലയ്ക്ക് ഒരു കെട്ടിട സമുച്ചയം തന്നെ കൊണ്ടുവരുവാൻ, പഴയ കെട്ടിടങ്ങളൊന്നുമില്ലാത്ത ഈ പുതിയ കെട്ടിടത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിരമിക്കുന്ന 2 അധ്യാപകർ ഇവിടെ ഉണ്ട് എന്നുള്ളത് വർഷക്കണക്ക് പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഈ സ്കൂളിൽ തന്നെ 68 വർഷം പാരമ്പര്യം ഈ സ്കൂളിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എങ്കിലും ഇന്ന് ആ സ്കൂള് ഇന്ന് വളരെ ഉയർന്നു വന്നിട്ടുണ്ട്. ദീർഘകാലമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ സേവനം ചെയ്തതിന് ശേഷം പിരിഞ്ഞു പോകുന്ന 2 അധ്യാപകരുണ്ട്. ശ്രീമതി ശ്രീലത ടീച്ചറാണ്, മറ്റൊന്ന് ശ്രീ സാം കുമാർ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഞങ്ങളുടെ അലീമൺ പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ HM ഇരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഭാവിയിൽ അധ്യാപകരൊക്കെ ആകുമ്പോൾ സ്കൂളുകളിലേക്ക് റിട്ടയർമെൻറ്റ് ചെയ്താലും തിരിച്ചൊക്കെ വരുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഈ ഇവിടെ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ തിരിച്ചു പോകുമ്പോൾ അവരാലോചിക്കും നാളെ മുതൽ നമുക്ക് സ്കൂളിൽ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സങ്കടം അധ്യാപകരെ സംബന്ധിച്ചുണ്ടാകും. പക്ഷെ ഒരുപാട് ശിക്ഷ സമ്പത്തുള്ള ആൾക്കാരാണ്. എവിടെ ചെന്നാലും അവരെ നല്ലതുപോലെ ജനം അംഗീകരിക്കും. പഠിപ്പിച്ച കുഞ്ഞുങ്ങളും അതുപോലെ അംഗീകരിക്കുന്നത് അധ്യാപക സമൂഹത്തെയാണ്. അങ്ങനെ പോകുന്നവരാണ്. ഇനിയും കുഞ്ഞുങ്ങൾക്ക് അക്ഷരമൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ, പഠിപ്പിക്കുവാൻ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം. നമ്മുടെ കുട്ടികളെ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി തന്നെ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. മന്ത്രിക്കുള്ള ഒരു സ്നേഹ ആദരവ് സമ്മാനിക്കാനായിട്ട് സ്കൂൾ മാനേജർ ശ്രീ സുനിൽ സാറിനെ ക്ഷണിച്ചോളുന്നു പ്ലീസ്. നല്ലൊരു കൈയടി നമുക്ക് ഈ ഒരു നിമിഷത്തിൽ സമ്മാനിച്ചുകൊണ്ട് തന്നെ ഒരു മുന്നോട്ട് വെക്കാൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സന്തോഷം എത്തിച്ചേർന്നല്ല. തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായിട്ട് സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി ശ്രീലത മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ എല്ലാവരും മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന 2 ടീച്ചേഴ്സിനെ പറ്റിയാണ്. ഒന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി ശ്രീലത മാം തന്നെയാണ്. അപ്പോൾ മാമിനുള്ള ഒരു സ്നേഹാദരവ് നമ്മൾ ഈ ഒരു മൊമെന്റിൽ നൽകുന്നുണ്ട്. 1 അല്ല 3 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നൽകുന്നത് സ്കൂൾ മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ ക്ഷണിക്കുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള ഒരു സ്നേഹാദരവ് നൽകാനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ സ്കൂളിന് ഈ വർഷം ഉണ്ടാവുന്ന ഒരു തീരെ നഷ്ടം തന്നെയായിരിക്കും മാം നമ്മുടെ സ്കൂളിന് വിട്ടു പിരിയുന്നത്. പക്ഷേ മാം ഇത്രയും വർഷം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു തന്ന് നമ്മുടെ സ്കൂളിനെ ഈ ഒരു ഉയർച്ചയിലെത്താനായിട്ട് ഒരുപാടധികം സഹായിച്ചിട്ടുള്ള സ്കൂളിനോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഹെഡ് മിസ്റ്റർ ശ്രീമതി ശ്രീലത മാമിനുള്ള നമ്മുടെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്.
മാനേജ്മെന്റ് സൈഡ് എന്നുള്ളതിന് ശേഷം സ്റ്റാഫിന്റെ സൈഡ് എന്നുള്ള സ്നേഹാദരവുണ്ട്. അപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളും ചേർന്നുകൊണ്ടാണ് സ്കൂൾ സ്റ്റാഫിന്റെ സൈഡിൽ നിന്നല്ല സ്നേഹാദരവ് നൽകുന്നത്. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഹെഡ് മിസ്റ്റേഴ്സിനുള്ള ഒരു സ്നേഹാദരവ് നൽകാനായിട്ട്. അതുപോലെ തന്നെ തുടർന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് നമ്മൾ ഈ വർഷം നമ്മുടെ സ്കൂളിന് വേണ്ടി പറയുന്ന ശ്രീ സാംകുമാർ സാറിന് കൂടെ സമ്മാനിക്കുന്നുണ്ട്. അത് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷണിച്ചുകൊള്ളുന്നു. ഉറപ്പാട് കൈയിടേക്ക് നല്ലതുപോലെ പോരാട്ടായിട്ട് നമ്മുടെ എല്ലാവിധ സ്നേഹവും അദ്ദേഹത്തിന് ഈ മൊമെന്റിൽ അറിയിക്കുകയാണ്. മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള സ്നേഹാദരവാണ് ഇപ്പൊ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് സ്കൂൾ സ്റ്റാഫിന്റെ സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് ഹെഡ് മിസ്റ്റേഴ്സിനും സാറിനും നൽകുന്നുണ്ട്. അപ്പൊ അടുത്തതായിട്ട് ഇതേ തുടർന്ന് സ്റ്റാഫിന്റെ സൈഡിൽ നിന്ന് ശ്രീല ടീച്ചറിന് ഉള്ള ഒരു സ്നേഹാദരവ് നൽകുന്നുണ്ട്. സ്റ്റാഫും അതുപോലെ തന്നെ വേദിയിലുള്ള മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ ഒരു ചടങ്ങിന്റെ കൂടെ ഭാഗമാകാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാമിനും അതുപോലെ തന്നെ സാംകുമാർ സാറിനും സ്നേഹാദരവ് നൽകുന്നുണ്ട്. ആദ്യമേ തന്നെ ശ്രീലത മാമിനുള്ള സ്നേഹാദരവാണ് നൽകുന്നത്. സ്കൂൾ സ്റ്റാഫിന്റെ സൈഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാഫ് എല്ലാവരും വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് ശ്രീലതാമാമനതായ ഈ ഒരു മൊമെന്റില്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് നമ്മുടെ KVFTS കണ്ണൻകോട്. അടുത്തതായിട്ട് സ്റ്റാഫിന്റെ സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് സാംകുമാർ സാറിനും ഇതേ തുടർന്ന് നൽകുന്നുണ്ട്. സ്റ്റാഫിന്റെ സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് ഇപ്പോൾ സാംകുമാർ സാറിന് നൽകുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് PTA സൈഡിൽ നിന്നുള്ള സ്നേഹാദരവുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞെങ്കിൽ PTA തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കുകയാണ്. ആദ്യമേ തന്നെ ശ്രീലത മാമിന് PTA സൈഡിൽ നിന്നുള്ള ഒരു സ്നേഹാദരവ് നൽകുകയാണ്. അതിന് വേണ്ടിയിട്ട് PTA പ്രസിഡന്റ് മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേദിയിലേക്ക് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. PTA പ്രസിഡന്റും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ചേർന്നുകൊണ്ടാണ് PTA സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് നൽകുന്നത്. ആദ്യമേ തന്നെ ശ്രീലത മാമ ഒരിക്കൽ കൂടെ ഫ്രണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് PTA സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് ഏറ്റുവാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. മൃദുല കൂടെ ഈ ഒരു മൊമെന്റ് ഭാഗമാകാട്ടോ പ്ലീസ് അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വേദിയിലെ വിശിഷ്ട വ്യക്തികളൊക്കെ ഈ ഒരു ഷൂട്ടിംഗിന്റെ ഭാഗമാകാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. PTA മെമ്പേഴ്സ് ഇതാ ജോയിൻ ചെയ്യുന്നുണ്ട്. PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ശ്രീലത മാമന് സ്നേഹാദരവ് നൽകിയതിനു ശേഷം സാംകുമാർ സാറിനെ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് PTA സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് ഏറ്റുവാങ്ങിക്കാനായിട്ട് പ്ലീസ്. ഒന്നിവിടെ നോക്കിയോ എല്ലാവരും, ഒന്നിവിടെ നോക്കിയോ, എല്ലാവരും ഒന്നിവിടെ നോക്കിയോ. ഓക്കെ, ഒരു നിമിഷം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ്. നമുക്ക് ഒരു ക്ഷണം കൂടെ ഉണ്ട്. സാംകുമാർ സാറിനുള്ള PTA സൈഡിൽ നിന്നുള്ള സ്നേഹാദരവ് നൽകണം. അതിനുശേഷം നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷം കൂടെ വിറ്റ്നസ് ചെയ്യാനായിട്ട് പോവാണ് ഈ ഒരു ഷൂട്ടിങ്ങിന് ശേഷം. ഒന്നിവിടെ നോക്കി സാർ. താങ്ക് യു സോ മച്ച്. ഞാൻ അടുത്തതായിട്ട് ഞാനൊരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് മെൻഷൻ ചെയ്തതുപോലെ തന്നെ തുടർച്ചയായിട്ട് 10ാം തവണയും ചടയമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ നമ്മുടെ കുട്ടികളുണ്ട്. അവരെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തിരക്കുള്ളത് കാരണം മടങ്ങുകയാണ്. അപ്പൊ കുട്ടികൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഗസ്റ്റിനെ കൊണ്ട് നിങ്ങൾക്കുള്ള ആ ഒരു ട്രോഫി നൽകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സന്തോഷം. തിരക്കിനിടയിൽ നമ്മുടെ KVFTS കണ്ണൻകോട്ട് എത്തിച്ചേർന്ന് ഈ അഭിമാനകരമായിട്ടുള്ള മൊമെന്റ് വിറ്റ്നസ് ചെയ്തതിന് ഒരു കൈയടി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ അപ്പൊ ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ ഈ ഒരു മൊമെന്റിൽ എത്തിച്ചേർന്നതിൽ. അപ്പൊ കുട്ടികളെ വേദിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ ക്ഷണിക്കുന്നത് മൃദുല റിക്വസ്റ്റ് ചെയ്യാണ് കുട്ടികൾക്കുള്ള ഒരു സ്നേഹ സമ്മാനം നൽകാനായിട്ട്. തുടർച്ചയായിട്ട് 10ാം തവണയും ചടയമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കുട്ടികൾക്കും
അതുപോലെ തന്നെ PCM സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കും ശാസ്ത്രമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഈ ഒരു വേദിയിൽ വെച്ച് ആ കുട്ടികളെ നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായിട്ടുള്ള LSS എക്സാമിലും വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികള് അഭിമന്യു എന്ന പേരുൾപ്പെടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരങ്ങളാണ് ഇവരെല്ലാരും തന്നെ. അപ്പൊ 10ാം തവണയും നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആ ചാമ്പ്യൻഷിപ്പ് ട്രോഫി മറ്റാർക്കും കൊടുത്തിട്ടുള്ള അവരോടൊപ്പം തന്നെ വേദിയിൽ നമ്മുടെ PCM സ്കോളർഷിപ്പും അതുപോലെ തന്നെ അഭിമന്യോടൊന്ന് വേദിയിലേക്ക് വരാട്ടോ. വേദിയിലുള്ള മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളും ഈ ഒരു മൊമെന്റ് ഭാഗമാകാവുന്ന എഡ്മിനിസ്ട്രേഷൻ സാറും അതുപോലെ തന്നെ മാനേജറും PTA പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചേർന്ന് വേണ്ട നമ്മുടെ കുട്ടികൾക്ക് അഭിമാന നിമിഷത്തിൽ നല്ലൊരു നല്ല എനർജറ്റിക് ആയുള്ള ഒരു കൈയടി സമ്മാനിക്കാവുന്നതാണ് പ്ലീസ്. അപ്പൊ നമ്മുടെ അഭിമാന താരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ TV LPS കണ്ണൻകോടിന്റെ അഭിമാന താരങ്ങളാണ് ഇപ്പോൾ വേദിയിലുള്ളത്. എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫില് എല്ലാവിധ വിഷയങ്ങളും നേരെയാണ് ഇവിടെ ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ വേദിയിൽ നമ്മൾ മറ്റു കുറച്ചു പേർക്കുള്ള അനുമോദനങ്ങൾ നൽകുന്നുണ്ട്. കൊല്ലം ജില്ലാ അധ്യാപക മത്സരം അറബിക് പദ്യം ചൊല്ലിൽ ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ള ഫൗസി ടീച്ചറിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ അനുമോദനം സ്നേഹാദരം ഏറ്റുവാങ്ങിക്കാനായിട്ട്. കൊല്ലം ജില്ലാ അധ്യാപക മത്സരത്തില് അറബിക് പദ്യം ചൊല്ലില് 1ാം സമ്മാനവും A ഗ്രേഡ് നേടിയിട്ടുള്ള ഫൗസി ടീച്ചറിനെ ഇൻവൈറ്റ് ചെയ്തു. അത് നൽകാനായിട്ട് മൃദുല ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്. ആ ഒരു അത് ഏറ്റുവാങ്ങിക്കാനായിട്ട് ഫൗസി ടീച്ചറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലേക്ക് നമ്മുടെ ഈ ഒരു ബിൽഡിംഗിന്റെ ആർക്കിടെക്ട് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ള ഷാഡോസ് ആർക്കിടെക്ചർ സ്റ്റുഡിയോ കൊട്ടാരക്കര ആർക്കിടെക്ട് നിജോ M ജോർജിനെ ക്ഷണിക്കുകയാണ്. ആ സ്നേഹാദരം നൽകാനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഉറപ്പായിട്ട് നല്ലൊരു കൈയ്യടി സമ്മാനിക്കണം. കാരണം ഇത്രയും മനോഹരമായ രീതിയിലുള്ള നമുക്ക് ഈ ബിൽഡിംഗ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ന്യൂടെക് ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് ചിഗ്ര മിസ്റ്റർ ഷാജി അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങിക്കാനായിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അത് നൽകാനായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സന്തോഷ് മധുര അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റൊരു നിമിഷം കൂടെ നമ്മൾ വിറ്റ്നസ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ കോൺട്രാക്ടർ ആക്ച്വലി നമ്മുടെ ബിൽഡിംഗിന്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ദാറ്റ് ഈസ് നമ്മുടെ മാനേജർ സുനിൽ സാറ് നമ്മുടെ ബിൽഡിംഗിന്റെ കീ ഹാൻഡ് ഓവറിംഗ് സെറമണി കൂടി റൈറ്റ് നോ ഇപ്പൊ നമ്മള് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ എല്ലാവരും നമ്മുടെ ബിൽഡിംഗിന്റെ പുതിയ ഇതുതല ബിൽഡിംഗിന്റെ കീ ഹാൻഡ് ഓവറിംഗ് കോൺട്രാക്ടർ തന്നെ അത് നൽകിയിട്ടുണ്ട്. സാർ അത് വാങ്ങി വെച്ചവന്റെ കയ്യിലേക്കാണ് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാടധികം സന്തോഷം. അതുപോലെ തന്നെ ഒരാളെ കൂടി ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്കൂളിന്റെ പെയിന്റിംഗ് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല മിസ്റ്റർ മനു അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നൽകാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അരുൺ കുമാർ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്. അപ്പൊ നമ്മുടെ ബിൽഡിങ്ങിന് ഇത്രയും ഭംഗി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഒരുപാടധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ വേദിയിലെ അനുമോദനങ്ങളും ആദരവുകളും എല്ലാം കഴിയുമ്പോൾ തുടർന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ശ്രീമതി ലീന ഓമനദേവൻ മാമിനെ ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കാനായിട്ട്. ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. 2 വാക്ക് സംസാരിക്കാനായിട്ട് മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്. ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ കൊച്ചുമക്കൾ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ സച്ചിത് ദേവ്, ഇവിടെ സ്വാഗതം ആശംസിച്ച സ്കൂളിന്റെ മാനേജർ ശ്രീ സുനിൽ N പിള്ള, റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ലത ഹെഡ് മിസ്ട്രസ്,
ഈ പുതുതായി നിർമ്മിച്ച ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ കേരളത്തിന്റെ ബഹുമാനിയായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി, ഓഡിറ്റോറിയം ഉദ്ഘാടനം നിർവഹിക്കാം എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ശ്രീമതി ആർ ലതാദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യ അതിഥിയായി നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ, നമ്മളൊക്കെ എന്നും സ്ക്രീനിൽ കാണുന്ന നമ്മുടെ സിനിമ സീരിയൽ താരം ശ്രീമതി മൃദുല വിജയ്, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സന്തോഷ് മതിര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അരുൺകുമാർ എസ്, നമ്മുടെ ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി രസ്ന ആർ, വാർഡിന്റെ പ്രിയങ്കരിയായ മെമ്പർ ശ്രീമതി പ്രിയ സജീവ്, ജയറാം ഐരക്കുഴി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചടയമംഗലം ശ്രീമതി ജ്യോതി ടി ജി, BPC BRC ചടയമംഗലം ശ്രീമതി രേഖ CS, ശ്രീ മണി കൊല്ലം സംസ്ഥാന ജനറൽ സെക്രട്ടറി എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ, LC സെക്രട്ടറി CPMന്റെ ശ്രീ ഗിരീഷ് B, CPയുടെ പ്രതിനിധി BJK കുറുപ്പ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹുമയൂൺ കബീർ, മനോജ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി സാംകുമാർ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, ഈ കണ്ണങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത്, ഈ പ്രദേശത്തിന്റെ മുഖച്ഛായയ്ക്ക് തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് KVLPS അതിന്റെ ജൈത്രയാത്ര തുടരുന്നത്. ഞാൻ തന്നെ ഇവിടെ ഏകദേശം 44 വർഷത്തോളമായി ഈ ചിതറ പഞ്ചായത്തിലെ താമസക്കാരിയായിട്ട്. അന്നൊക്കെ ഈ KVLPS എന്ന് പറയുന്ന സ്കൂള് ഒരു പഴയ ബിൽഡിംഗിൽ, ഞാൻ 10-20 വർഷക്കാലത്തോളം ജനപ്രതിയായിരുന്ന ഒരാളാണ്. ഞങ്ങളിവിടെ പല ഗ്രാമസഭകൾ കൂടാൻ ഈ പഴയ ബിൽഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ ഒരു മാനേജ്മെന്റ് ഈ സ്കൂൾ ഏറ്റെടുക്കുകയും ഈ സ്കൂള് ഈ പ്രദേശത്തിനല്ല, ഈ ചിതറ ഗ്രാമപഞ്ചായത്തിന് തന്നെ അഭിമാന നേട്ടമായി അത്യാധുനിക രീതിയിലുള്ള ഒരു സ്കൂളാക്കി മാറ്റുവാൻ കഴിഞ്ഞ ഈ മാനേജ്മെന്റിനെ അഭിനന്ദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒട്ടനവധി സ്കൂളുകൾ ഉണ്ടെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ മേഖല ഒരു മത്സര രംഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടിച്ചിട്ട് കുട്ടികളെ പിടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷകർത്താക്കൾ, ഞാൻ ഉൾപ്പെടുന്നു, എനിക്കും മക്കളൊക്കെയുണ്ട്, എനിക്ക് കൊച്ചുമക്കളുണ്ട്. എത്ര നല്ല രീതിയിൽ അവരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്നാണ് നാമൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലേ? പഴയ ബിൽഡിങ്ങുള്ള പഴയ കെട്ടിടങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ അയച്ച് പഠിപ്പിക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ കണ്ണങ്കോടെന്ന ഈ പ്രദേശത്ത് പുതിയ മാനേജ്മെന്റ് അത്യാധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം പണി കഴിപ്പിച്ച് നമ്മുടെ കൊച്ചു മക്കൾക്ക് വേണ്ടി എല്ലാ സൗകര്യത്തോടും കൂടി ഹൈടെക് മോഡലുള്ള ഒരു സ്കൂളാണിത്. അതിവിശാലമായ രീതിയിലുള്ള ഗ്രൗണ്ട്, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ, ഓഡിറ്റോറിയം, വലിയൊരു ഹാളാണ് മുകളിലത്തെ നിലയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ കയറി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളിലൊക്കെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ കുട്ടികളെ പറഞ്ഞയച്ച് പഠിപ്പിക്കുന്നതിന് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകേണ്ടതായിട്ടില്ല. രാവിലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളുകളിൽ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് സ്കൂളിന്റെ വണ്ടി വരുന്നു. ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ മക്കളെ നമ്മൾ യാത്ര അയക്കുമ്പോൾ നമ്മളുടെ മക്കൾ ചെന്നിരുന്ന് പഠിക്കുന്ന ആ സ്ഥാപനം എത്രയും വൃത്തിയും വെടുപ്പും എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ളതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ ആരും തന്നെയില്ല. അപ്പൊ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്
എന്റെ മക്കൾ, സമ്പന്നരുടെയൊക്കെ മക്കളെ എന്ന് പറയുന്നത് അവർ ഉയർന്ന വിദ്യാഭ്യാസ രീതിക്ക് വേണ്ടി മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ദൂരോട്ടൊക്കെ അയച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ, ഈ കണ്ണങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഈ മാനേജ്മെന്റ് ഇത്രയും സൗകര്യപ്രദമായ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഇത്രയും വലിയ നല്ലൊരു രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ ഈ മാനേജ്മെന്റിനോട് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം ഏറെ വൈകിയിരിക്കുന്നു. ഈ ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ മാനേജ്മെന്റും PTA എല്ലാം എന്നെ ഇവിടെ ക്ഷണിച്ചത്. ആ ലൈബ്രറിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആൻഡ് മാമിനുള്ള ഒരു താങ്ക് യു സോ മച്ച് മാം. മാമിനുള്ള ഒരു സ്നേഹാദരവ് നൽകാനായിട്ട് മാനേജർ സുനിൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. PTA പ്രസിഡന്റ് സച്ചിൻ സാറോട് ആ ഒരു മൊമെന്റിന്റെ ഭാഗമാകാനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം. എത്തിച്ചതിലുള്ള ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ആൻഡ് തുടർന്ന് ഐ എം ഷുവർ ദാറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും ചേച്ചിമാരും ഒക്കെ വെയിറ്റ് ചെയ്തത് ആക്ച്വലി മൃദുലയോട് സംസാരിക്കാനാണ്. ആൾ ആക്ച്വലി സ്റ്റേജിൽ തിരക്കിലാണ് കേട്ടോ. കുട്ടികൾ എല്ലാവരും സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് മൃദുലയുടെ വാക്കുകൾക്ക് കാതോർക്കാവുന്നതാണ്. അപ്പൊ മൃദുല ഇൻവൈറ്റ് ചെയ്യാണ് തുടർന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട്. പ്ലീസ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും ഇവിടെ എത്തിയിരിക്കുന്ന പാരന്റ്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി എനിക്ക് വലുതായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല. അത് മാത്രമല്ല, ഇന്ന് എന്റെ ഹസ്ബൻഡും എന്റെ കൂടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കെല്ലാം എന്റെ സീരിയലിന്റെ പേര് പറഞ്ഞാൽ അറിയായിരിക്കും അല്ലെ? ഇഷ്ടം മാത്രം കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ഇവിടെ. അതേപോലെ ചേട്ടന്മാരോട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ മാജിക്കിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സ്റ്റാർ മാജിക് ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, ആരും ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ന് ആക്ച്വലി നമ്മളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് കാണാനായിട്ടായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ആ സമയത്ത് എന്റെ എന്താ പറയാ സ്കൂൾ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തു. എനിവേ KV LP സ്കൂളിന്റെ പുതിയൊരു ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കാണെങ്കിലും പുതിയൊരു ബിൽഡിംഗ് വരുന്ന ടൈമിന് അവിടെ കയറിയിരുന്ന് പഠിക്കണം, അതെന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം, ആ ക്ലാസ് റൂമിൽ കയറിയിരുന്ന് പഠിക്കുക. സോ അതെന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഇപ്പൊ തന്നെ ഇവർ ആക്ച്വലി അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അത്യാവശ്യം അവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതേപോലത്തെ സൗകര്യങ്ങൾ അവർക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ എന്താ പറയാ പഠനത്തിനെ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ പഠിത്തത്തിന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും ഇപ്പം കൂടുതൽ സ്കോപ്പ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അന്ന് ആ ടൈമിന് എന്റെ അച്ഛനും അമ്മയും എന്റെ കല എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് അവരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഈ വേദിയിൽ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറ്റുന്നത്. സോ ഇപ്പോഴത്തെ പാരന്റ്സ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുട്ടികളുടെ താല്പര്യം മനസ്സിലാക്കി അതിലേക്ക് കുട്ടികളെ മാക്സിമം എൻകറേജ് ചെയ്യിപ്പിക്കുന്ന പാരന്റ്സ് ആണ് കൂടെയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ഇന്ന് ഇത്രയും കുട്ടികൾ ഡാൻസ് കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഈ സ്കൂളിൽ ഇനിയും ഒരുപാട് വളരട്ടെ, ഇതിന്റെ പല ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിലായിട്ട് തുടങ്ങാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ മൃദുലയ്ക്ക് സ്കൂളിന്റെ സൈഡിലുള്ള സ്നേഹാദരവ് നൽകാനായിട്ട് നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീലത മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. താങ്ക് യു സോ മച്ച് മൃദുല. നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ ഒത്തിരിയധികം സന്തോഷം ഉണ്ടായി. എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ അറിയിക്കാൻ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ.
തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിലേക്കായിട്ട് നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീല മാമിനെ. അതുപോലെ തന്നെ അടുത്തതായിട്ട് ആശംസ അറിയിക്കാനായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സന്തോഷ് മധുര അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് എൻ്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള ശ്രീ സത്യദേവ്, സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്കൂൾ മാനേജർ സുനിൽ എന്നുള്ള നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചുഞ്ചുറാണി, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീ ലീന ഓമനദേവൻ, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥി സിനിമാ സീരിയൽ താരം ശ്രീമതി മൃദുല വിജയ്, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരുൺ കുമാർ എസ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കൃഷ്ണ, നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള പ്രിയ സുഹൃത്ത് പ്രിയ സജീവ്, നമ്മുടെ 2ാം വാർഡ് മെമ്പർ ശ്രീ ജയറാം ഐരക്കുഴി, അതുപോലെ തന്നെ ജ്യോതി TG, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി രേഖ CS, എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മണിസാർ കൊല്ലം, CPM-ന്റെ LC സെക്രട്ടറി ശ്രീ ഗിരീഷ് P, CPI-യുടെ ചുമതലക്കാരനായിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ BG കുറുപ്പ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ കപൂർ, BJP-യുടെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീ മനോജ് കുമാർ, ഈ പരിപാടിക്ക് നന്ദി പറയുന്ന സാംകുമാർ, അതുപോലെ നമ്മളുടെ ആദരവ് കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി ശ്രീലത, അതുപോലെ തന്നെ സാംകുമാർ സാർ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഒരുപാട് വൈകി ഇനി നമ്മുടെ കുട്ടികളുടെ പരിപാടിയും മറ്റ് വിവിധ കലാപരിപാടികളും ഇവിടെ അരങ്ങേറേണ്ടതായിട്ടുണ്ട്. അത് കാണുന്നതിനൊക്കെ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ, മിക്ക ആളുകളും ഇരിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം, ഞാൻ കുറച്ചാണ് ഒരു 5 വർഷക്കാലം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ SC പ്രൊമോട്ടറായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അറിയിപ്പ് കൊടുക്കുന്നതിനൊക്കെ ഈ സ്കൂളിൽ വരുമ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിടങ്ങളെല്ലാം വളരെ ശോചനീയാവസ്ഥയായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഏതാണ്ട് ഒരു 5 വർഷക്കാലം, 5 വർഷം മാത്രമായിട്ടുള്ള പുതിയ മാനേജ്മെന്റ് ഈ സ്കൂൾ ഏറ്റെടുത്തിട്ട് ഭാഗ്യ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ്, വളരെ സന്തോഷം ആണ്. ഈ സ്കൂൾ ഇത്രയും ഭംഗിയായി, നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റെല്ലാം പറഞ്ഞ പോലെ നാടിനെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനാകെ അഭിമാനകരമായി തലയുയർത്തി നിൽക്കുന്ന നിലയിലേക്ക് ഈ സ്കൂളിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആ മാനേജ്മെന്റിനുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും ആദ്യം തന്നെ അറിയിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ കണ്ണങ്കോട് മേഖല കുറെ കൂടി മേഖലയോട്ടെല്ലാം പോകുമ്പോൾ വളരെ സാമ്പത്തികമായി സാമൂഹികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവരുടെ വിദ്യാർത്ഥികളടക്കം ഇവിടെ പഠിക്കുന്നത്, ഈ സ്കൂളിലായിരിക്കും പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ, അവരെ കൂടി നമുക്ക് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ നല്ല പങ്കുവയ്ക്കാൻ കഴിയും. അങ്ങനെ ഈ മാനേജ്മെന്റിനും മറ്റ് നിരവധി ബിസിനസ് സംരംഭങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു സ്കൂൾ ഏറ്റെടുത്ത് ഇത് നടത്താൻ കാണിക്കുന്ന ഒരു മനസ്സ്, ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭകാര്യങ്ങൾ പ്രതീക്ഷിച്ചല്ല, നാടിന്റെ പുരോഗതി ഉദ്ദേശം തന്നെയാണ്. നല്ല മനസ്സാണ്, നല്ല മനസ്സിന്റെ ഉടമയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഉറപ്പായും ആ നിലയിൽ നമ്മുടെ ഈ സ്ഥാപനം ഉയർന്നു വരട്ടെ. നമ്മുടെ നാടൊന്നാകെ നമുക്ക് ഒറ്റക്കെട്ടായി അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പരസ്പരം സഹായിക്കുക, പരസ്പരം മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുക, വിഷമങ്ങൾ കേൾക്കാനുള്ള മനസ്സ്, ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. നമ്മളെല്ലാം നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണ്, പ്രത്യേക സാഹചര്യമാണ്. ഇല്ലേ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മൾ പ്രത്യേകം മതിൽക്കെട്ടിനുള്ളിൽ നമ്മളാൽ മാത്രം ചുരുങ്ങി കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഇടപെടാനും കഴിയുന്നതൊക്കെ പരിമിതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർത്തും അങ്ങനെയാണെന്നല്ല പറയുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ പഴയ കാലത്തെ സ്ഥിതി, നേരത്തെ പലരും പറഞ്ഞില്ല, പണ്ട് കാലത്തെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം നമുക്ക് തിരികെ കൊണ്ടുവരണം. പൂർണ്ണാർത്ഥത്തിൽ മാറിയെന്നല്ല, കുറേ മാറ്റം വന്നിരിക്കുന്നു. ആ തിരികെ കൊണ്ടുവരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് പാടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പോലും 2-3 വരി പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സമയക്കുറവാണെങ്കിലും ആ കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ്. ഓക്കെ.
പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുഴിയുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീ വെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി 100 ഉണ്ടാർന്നേ, 4 മണിപ്പൂണ്ടാർന്നേ, നല്ലൊരു ചൊല്ലിന് വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. എന്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ, എന്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ? അത് വെറും ഒരു കനവാർന്നു. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുഴിയുണ്ടാർന്നേ. പ്രിയമുള്ളവരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹാദരവ് നൽകാനായിട്ട് സാംകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്. എത്തിച്ചേർന്നതിന് മനോഹരമായിട്ടുള്ള വാക്കുകൾക്കും അതിമനോഹരമായിട്ടുള്ള ആ ഒരു സോങ്ങിനും അംഗീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് 2 വാക്കിൽ ആശംസകൾ അറിയിക്കാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അരുൺ കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീന ഓമനദേവൻ, വിശിഷ്ട അതിഥികൾ, 2 വാക്കേ പറയാമെന്ന് ആദ്യം പറഞ്ഞത്. വളരെ സമയം മുമ്പോട്ട് പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാടിന് അഭിമാനമായി കിഴക്കൻ മേഖല കണ്ണങ്കോട് പ്രദേശത്ത് ഒരു സ്കൂള്, നമുക്കെല്ലാം അറിയാം പഴയ കാലത്തുള്ള സ്കൂളിൻ്റെ അവസ്ഥയും ഇപ്പോഴുള്ള ഭാഗ്യ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷമുള്ള അവസ്ഥയും. ഇപ്പോൾ കണ്ണങ്കോട് മേഖലയ്ക്ക് നല്ലൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ 1 കോടി രൂപയുടെ പ്രോജക്റ്റ് കൂടാതെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുളകിൽ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ളവ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നല്ലൊരു ബിൽഡിംഗ് വരികയാണ്. ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിനുള്ളൊരു സ്നേഹാദരവ് നൽകാനായിട്ട് ജയപ്രകാശ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്. താങ്ക് യു സോ മച്ച് സർ.